ഹായ്, ഹൗ ആർ യു ഓൾ? എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് എഗെയിൻ ബാക്ക് ടു സ്ക്വയർ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന സ്റ്റോറി കഥ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതെ, നമ്മുടെ പ്രവൃത്തി നല്ലതായി കഴിഞ്ഞാൽ ഗുഡ് ഡൂയിങ്സ് ആണെങ്കിൽ അതിൻ്റെ റിവാർഡ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് ലൈഫിൽ കിട്ടുന്നത്. പകരം നമ്മുടെ റോങ് ഡൂയിങ്സ് ആയാലോ ചീത്ത പ്രവൃത്തികളായാലോ അതിൻ്റെ ഫലമേ നമുക്ക് കിട്ടുള്ളൂ, ലൈഫിൽ കിട്ടുള്ളൂ. അതായത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരികെ കിട്ടുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥ കേട്ടിട്ട് വരാം. ഓക്കെ. The Four Brothers and the Three Pranksters. There were four brothers who lived in a village. They were very hardworking and honest. They always helped each other and shared everything they had. They were respected and loved by everyone in the village. There were also three pranksters who lived in the same village. They were lazy and mischievous. They always played tricks on others and made fun of them. They were disliked and avoided by everyone in the village. ഒരിടത്തൊരു വില്ലേജിൽ 4 ബ്രദേഴ്സും 3 പ്രാങ്സ്റ്റേഴ്സും താമസിച്ചിരുന്നു. ബ്രദേഴ്സ് ആണെങ്കിൽ വളരെ ഹാർഡ് വർക്കിങ്ങും വളരെ ഓണസ്റ്റും സത്യസന്ധരുമായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ പരസ്പരം സഹായിച്ചും പരസ്പരം എല്ലാം ഷെയർ ചെയ്തും ഒക്കെയാണ് ജീവിച്ചത്. അവരെ വില്ലേജിലുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടവും ബഹുമാനവുമൊക്കെ ആയിരുന്നു, റെസ്പെക്റ്റുമൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ 3 പ്രാങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പ്രാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? പ്രാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവർ കൂടുതൽ വികൃതി കാണിച്ച് അതൊരു തമാശയാക്കി മറ്റുള്ളവരെ വിഷമിപ്പിച്ച് അതൊരു തമാശയാക്കുന്ന ആൾക്കാരെയാണ് പ്രാങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 3 പ്രാങ്സ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. വില്ലേജിലുള്ള ആർക്കും തന്നെ അവരെ ഇഷ്ടമല്ലായിരുന്നു. അവർ വളരെ മടിയന്മാരായിരുന്നു, ജോലി ചെയ്യാൻ മടിയുള്ളവരായിരുന്നു. അതുപോലെ തന്നെ മിസ്chievous എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്chievous എന്ന് പറഞ്ഞാൽ വികൃതി കാണിക്കുന്നവരെയാണ് മിസ്chievous എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ഈ പ്രാങ്സ്റ്റേഴ്സ്. The three pranksters were jealous of the four brothers. They wanted to make them look bad and ruin their reputation. They decided to play a series of pranks on them and make them suffer. The first prank was to steal their cows. The four brothers had 4 cows that they used for plowing their fields and providing milk. One night, the 3 pranksters sneaked into their barn and took away their cows. They hid them in a nearby forest and waited for the brothers to notice. The next morning, the 4 brothers woke up and found their cows missing. They were shocked and worried. They searched everywhere, but they could not find them. They wondered who could have done such a thing. They decided to ask their neighbors for help. ഈ പ്രാങ്സ്റ്റേഴ്സിന് ഈ ബ്രദേഴ്സിനോട് വളരെ ജലസ് ആയിരുന്നു. ജലസ് എന്ന് പറഞ്ഞാൽ അസൂയായിരുന്നു. എന്തെന്നാൽ ഈ ബ്രദേഴ്സിന് എല്ലാവർക്കും വില്ലേജേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു, റെസ്പെക്റ്റ് ആയിരുന്നു. അതെങ്ങനെയെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് മാറ്റണമെന്ന് ആര് തീരുമാനിച്ചു? പ്രാങ്സ്റ്റേഴ്സ് തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ കുറച്ച് പ്രാങ്ക്സ് മനസ്സിൽ പ്ലാൻ ചെയ്തു. എന്താണ് പ്രാങ്ക്സ്? വികൃതി കൂടിയ കുറച്ച് തമാശകൾ, അതാണ് പ്രാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് പ്രാങ്ക് എന്തായിരുന്നു? കൗസിനെ മോഷ്ടിക്കുക, ബ്രദേഴ്സിൻ്റെ കൗസിനെ മോഷ്ടിക്കുക എന്നതായിരുന്നു ഫസ്റ്റ് പ്രാങ്ക്. അങ്ങനെ ഒരു ദിവസം രാത്രി ബ്രദേഴ്സ് ഈ കൗസിനെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ബാൺ എന്ന് പറയുന്നത്. ആ തൊഴുത്തിൽ ബാണിൽ സ്നീക്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുങ്ങി പോവുക, അതിനെയാണ് സ്നീക്ഡ് എന്ന് പറയുന്നത്. ഈ പ്രാങ്സ്റ്റേഴ്സ് ഇങ്ങനെ പതുങ്ങി പോയി ഈ കൗസിനെ മോഷ്ടിച്ച് ഒരു ഫോറസ്റ്റിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. പിറ്റേ ദിവസം രാവിലെ ബ്രദേഴ്സ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവരുടെ കൗസ് മിസ്സിംഗ് ആണ്, കൗസിനെ കാണുന്നില്ല. അവർ വളരെ വിഷമിക്കുകയും ഷോക്ക്ഡ് ആയിപ്പോയി അല്ലേ, വളരെ വിഷമമായി. അവർ ഇങ്ങനെ അടുത്ത നെയ്ബേഴ്സിനോടൊക്കെ ചോദിച്ചു, നമ്മുടെ കൗസ് എവിടെയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. The 3 pranksters watched them from a distance and laughed. They thought they had succeeded in their first prank. They waited for the brothers to give up and return home. അങ്ങനെ
ബ്രദേഴ്സിൻ്റെ ഈ വിഷമമൊക്കെ കണ്ട് ബ്രദേഴ്സ് ഇങ്ങനെ നെയ്ബേഴ്സിനോടൊക്കെ ചോദിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് ഈ പ്രാങ്സ്റ്റേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇങ്ങനെ അവരുടെ പ്രാങ്ക് സക്സസ്ഫുൾ ആയി എന്ന് വിചാരിച്ചിട്ട്. അവർ വിചാരിച്ചു ഇനിയിപ്പോൾ സെർച്ചിങ് ഒക്കെ എന്തായാലും ഇനി പശുക്കളെ തിരയാനൊന്നും പോകുന്നില്ല, അതൊക്കെ നിർത്തി ഈ ബ്രദേഴ്സ് തിരികെ വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചു. But the brothers did not give up. They kept searching for their cows. They asked everyone they met if they had seen their cows. They followed every clue and trace they could find. They searched for hours and hours until they finally reached the forest where the pranksters had hidden their cows. They were overjoyed to see their cows. They thanked God for helping them. They hugged their cows and took them back to their barn. They were grateful for having their cows back. The three pranksters were disappointed. They thought their prank had failed. They decided to try another prank. ഈ ബ്രദേഴ്സ് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അല്ലേ? അവർ വീണ്ടും വീണ്ടും തിരഞ്ഞുകൊണ്ടേയിരുന്നു അവരുടെ കൗസിനെ. ഈ കൗസ് അവർക്ക് ഒരുപാട് പാല് കൊടുക്കുമായിരുന്നു, മിൽക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഫീൽഡ് ഉഴാൻ വേണ്ടിയിട്ട് പ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിത്ത് പാകുന്നതിന് മുമ്പ് മണ്ണിങ്ങനെ ഇളക്കിയിടത്തില്ലേ, അതൊക്കെ ഈ കൗസിനെ കൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഉപകാരം ഉണ്ടായിരുന്ന കൗസാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ കൗസിനെ. അതാണ് മിസ്സിങ് ആയിരിക്കുന്നത് അല്ലേ? അപ്പോൾ പിന്നെ അവർ വെറുതെ ഇരിക്കുമോ? അവരെങ്ങനെയൊക്കെയോ ഈ പ്രാങ്സ്റ്റേഴ്സിനെ ഫോളോ ചെയ്ത് അവരുടെ ക്ലൂസ്, അവരിട്ടിട്ട് പോയ ക്ലൂസും ട്രേസും ഒക്കെ കണ്ടുപിടിച്ച് അവസാനം ഫോറസ്റ്റിലെത്തി അവരുടെ കൗസിനെ കണ്ടുപിടിച്ചു. അപ്പോൾ പ്രാങ്സ്റ്റേഴ്സ് ഇത് ദൂരെ നിന്ന് കാണുന്നുണ്ട്. പ്രാങ്സ്റ്റേഴ്സ് ഡിസപ്പോയിൻറ്റഡ് ആയി. എന്തെന്നാൽ ഇവർ ഈ കൗസിനെ കണ്ടുപിടിച്ചു അല്ലേ? ഇവർ ഹാപ്പിയായി. കൗസിനെ കണ്ടപ്പോൾ ബ്രദേഴ്സ് വളരെ ഹാപ്പിയായി. അന്നേരം പ്രാങ്സ്റ്റേഴ്സ് ഡിസപ്പോയിൻറ്റഡ് ആയി. അവരുടെ പ്രാങ്ക് ഫെയിലായി പോയില്ലേ, അതുകൊണ്ട് പ്രാങ്സ്റ്റേഴ്സ് ഡിസപ്പോയിൻറ്റഡ് ആയി. The second prank was to spoil their crops. The four brothers had 4 fields where they grew wheat, rice, corn, and vegetables. They worked hard every day to tend their crops and water them. They hoped for a good harvest and a prosperous year. അങ്ങനെ ആദ്യത്തെ പ്രാങ്ക് ഫെയിലായപ്പോൾ അവർ രണ്ടാമത്തെ പ്രാങ്ക് അടുത്തത് പ്ലാൻ ചെയ്തു ഈ പ്രാങ്സ്റ്റേഴ്സ്. അതെന്തായിരുന്നു? ഈ ബ്രദേഴ്സിന് 4 പേർക്ക് 4 ഫീൽഡ് ഉണ്ടായിരുന്നു, നിലമുണ്ടായിരുന്നു. അവിടെ അവർ റൈസ്, അതുപോലെ തന്നെ വീറ്റ്, കോണ്, വെജിറ്റബിൾസ് ഇതെല്ലാം അവിടെ ഗ്രോ ചെയ്യിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതെന്നും അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ ഒത്തിരി പരിപാലിച്ച്, അതിനെ ഒത്തിരി കെയർ ചെയ്ത് എന്നും വെള്ളം നനച്ച് അതിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു അല്ലേ? ആ ക്രോപ്സിനെ, ധാന്യത്തെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ അതിനെ നശിപ്പിക്കാനാണ് അടുത്തതായി പ്രാങ്സ്റ്റേഴ്സ് തീരുമാനിച്ചത്. One day, the 3 pranksters sneaked into their fields and poured salt and vinegar on their crops. They hoped to kill their crops and make them useless. They ran away and waited for the brothers to notice. The next day, the 4 brothers went to their fields and saw their crops withering and dying. They were shocked and saddened. They wondered what had happened to their crops. They decided to examine their crops and find out the cause. The 3 pranksters watched them from a distance and laughed. They thought they had succeeded in their second prank. They waited for the brothers to give up and return home. അങ്ങനെ നല്ല ഗുഡ് ഹാർവെസ്റ്റ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കണ്ട് ഇവർ ബ്രദേഴ്സ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ഈ പ്രാങ്സ്റ്റേഴ്സ് ഇവരുടെ ഫീൽഡിലേക്ക് പതിയെ സ്നീക്ക് ചെയ്ത് കയറി ഇവരുടെ ക്രോപ്സിന് മേലെ സാൾട്ടും വിനേഗറും ഒഴിച്ചു. അപ്പോൾ ഈ സാൾട്ടും വിനേഗറും ഒക്കെ ആവുമ്പോൾ ഈ ക്രോപ്സ് എന്ത് പറ്റും? ക്രോപ്സ് നശിച്ചു പോകും അല്ലേ? അപ്പം അതിനുവേണ്ടി അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഈ ബ്രദേഴ്സ് ഒന്ന് നോക്കിയപ്പോൾ അവരുടെ ക്രോപ്സൊക്കെ ഇങ്ങനെ നശിച്ച് മരിക്കാറായി നിൽക്കുന്നു. അവർ വളരെ ഷോക്ക്ഡും ഭയങ്കര സങ്കടമായിപ്പോയി. അവർ നല്ല വിളവെടുപ്പൊക്കെ സ്വപ്നം കണ്ടിരുന്നവരാ അല്ലേ? അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുമില്ല. അങ്ങനെ ഇവരെ വളരെ ക്ലോസ് ആയിട്ട് ഇത് എക്സാമിൻ ചെയ്തു, ഇവരുടെ ക്രോപ്സിന് എന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കോസ് മനസ്സിലായത്. ഇതിൻ്റെ പുറത്ത് ആരോ മനഃപൂർവ്വം സോൾട്ടും വിനെഗറും ഒഴിച്ചിരിക്കുന്നതായിട്ട് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ
ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രാങ്സ്റ്റേഴ്സ് ദൂരെ നിന്ന് ചിരിക്കുകയായിരുന്നു, അല്ലെ? ഇവരെ വിഷമിപ്പിക്കുന്ന അതിനു വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് ദൂരെ നിന്ന് ചിരിക്കുകയായിരുന്നു. But the brothers did not give up. They kept examining their crops. They noticed the salt and vinegar on their crops. They realized someone had sabotaged their crops. They decided to fix their crops and save them. പ്രാങ്സ്റ്റേഴ്സ് വിചാരിച്ചത് അവരുടെ സെക്കൻഡ് പ്രാങ്ക് സക്സസ്ഫുൾ ആയെന്ന്. പക്ഷേ ബ്രദേഴ്സിന്റെ ഉപേക്ഷിക്കുന്നു. അവർക്ക് റീസൺ മനസ്സിലായി, അല്ലേ? ആരോ സാബറ്റാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാബറ്റാജ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യുക, മനഃപൂർവ്വം ഡാമേജ് ചെയ്യുക. അതിനെയാണ് സബറ്റാജ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ക്രോപ്സിനെ സേവ് ചെയ്യാൻ അവർ തീരുമാനിച്ചു, ബ്രദേഴ്സ് തീരുമാനിച്ചു. They worked hard to remove the salt and vinegar from their crops. They watered their crops and added fertilizer to them. They prayed for their crops to recover and grow. They worked for days and days until they finally saw their crops reviving and flourishing. They were overjoyed to see their crops. They thanked God for helping them. They praised their crops and looked forward to their harvest. They were hopeful for having their crops back. The three pranksters were angry. They thought their prank had failed. They decided to try another prank. അങ്ങനെ ഇതിനെ രക്ഷപ്പെടുത്തി, ക്രോപ്സിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ ബ്രദേഴ്സ് തീരുമാനിച്ചല്ലോ. അപ്പോൾ അന്നേരം ഡെയിലി ഇവരെന്ത് ചെയ്തു? ഇതിൻ്റെ പുറത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ പുറത്തുള്ള സോൾട്ടും വിനെഗറും ഒക്കെ റിമൂവ് ചെയ്ത്, അതുപോലെ തന്നെ അതിന് ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത്, അവസാനം ഒരുപാട് ദിവസങ്ങളുടെ പരിശ്രമത്തിന് ശേഷം എന്തു പറ്റി? ഈ ക്രോപ്സ്, അവരുടെ ക്രോപ്സ് പഴയ പോലെ തന്നെ ഫ്ലറിഷായി നല്ലോണം ഗ്രോ ചെയ്യാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി, അല്ലേ? ബ്രദേഴ്സിന് അവരുടെ ക്രോപ്സിനെ തിരിച്ചു കിട്ടിയല്ലോ. അതിന് ഒരുപാട് ഇവർ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പ്രാങ്സ്റ്റേഴ്സ് ദൂരെ നിന്ന് കാണുമായിരുന്നു, വാച്ച് ചെയ്യായിരുന്നു. അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവരുടെ സെക്കൻഡ് റാങ്കും ഫെയിലായി പോയില്ലേ, അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. The third prank was to spread rumors about them. The four brothers had a good reputation in the village. They were known for their kindness, generosity, honesty, and loyalty. They had many friends and admirers in the village. അങ്ങനെ അവരുടെ സെക്കൻഡ് പ്രാങ്കും ഫെയിൽ ആയ സ്ഥിതിക്ക് ഈ പ്രാങ്സ്റ്റേഴ്സ് അടുത്ത പ്രാങ്ക് പ്ലാൻ ചെയ്തു മനസ്സിൽ. അതെന്തായിരുന്നു? ഇവർക്ക് ശരിക്കും ഈ ബ്രദേഴ്സിനെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമായിരുന്നു, അല്ലേ? എന്ന് വെച്ചാൽ അവർ വളരെ കൈൻഡും അതുപോലെ തന്നെ ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വലിയ മനസ്സിൻ്റെ ഉടമകളായിരുന്നു, മഹാമനസ്സിൻ്റെ ഉടമകളായിരുന്നു. അതുപോലെ തന്നെ ഓണസ്റ്റി, സത്യസന്ധത, ലോയൽറ്റി, ആത്മാർത്ഥത എല്ലാം ഉള്ളവരായിരുന്നു ഈ ബ്രദേഴ്സ്. അത്രയും നല്ല മനുഷ്യരായിരുന്നു. അപ്പം അതുകൊണ്ടാണ് വില്ലേജേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അപ്പോൾ ഈ വില്ലേജേഴ്സിൻ്റെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവരോടുള്ള ബഹുമാനം നശിപ്പിക്കണമെന്ന് ആര് തീരുമാനിച്ചു? പ്രാങ്സ്റ്റേഴ്സ് തീരുമാനിച്ചു. അതായിരുന്നു അവരുടെ അടുത്ത പ്രാങ്ക്. The three pranksters wanted to ruin their reputation. They decided to spread false rumors about them and make them hated by everyone. They went around the village and told lies about the brothers. They said the brothers had stolen their cows, spoiled their crops, and cheated their friends. They said the brothers were greedy, selfish, dishonest, and disloyal. They said the brothers were the worst people in the village. The villagers heard the rumors and were shocked and disgusted. They wondered how the brothers could have done such things. They decided to confront the brothers and demand an explanation. അങ്ങനെ ഇവര് ഈ ഈ മൂന്ന് പ്രാങ്സ്റ്റേഴ്സും കൂടെ ഈ ബ്രദേഴ്സിനെ പറ്റി ആവശ്യമില്ലാത്ത റൂമേഴ്സൊക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. ആവശ്യമില്ലാത്ത കള്ളങ്ങളൊക്കെ വില്ലേജ് മുഴുവൻ ഓടി നടന്ന് പറയാൻ തുടങ്ങി. ഇവർ തന്നെയാണ് ഇവരുടെ കൗസിനെ സ്റ്റീൽ ചെയ്ത് ഒളിപ്പിച്ചൊരു സ്ഥലത്ത് വെച്ചു. അതുപോലെ തന്നെ ഇവർ തന്നെ ഇവരുടെ ക്രോപ്സിനെ നശിപ്പിച്ചു. അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്സിനെയൊക്കെ ചീറ്റ് ചെയ്തു. ഇങ്ങനെ ആവശ്യമില്ലാത്ത റൂമേഴ്സ്, ആവശ്യമില്ലാത്ത ലൈസ് ഒക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇവർ വൃത്തികെട്ട മനുഷ്യരാണ്, ഗ്രീഡിയാണ്, അത്യാഗ്രഹികളാണ്, ഡിസോണസ്റ്റ് ആണ്, ഡിസ്ലോയലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇതെല്ലാം വില്ലേജേഴ്സ് കേട്ടപ്പോൾ വില്ലേജേഴ്സ് വളരെ ഷോക്ക്ഡായി. ബിക്കോസ് വില്ലേജേഴ്സ് എന്ന് പറയുന്നത് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? ഇവർ നല്ല ആൾക്കാരാണ്, അതുകൊണ്ട് ഇവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വില്ലേജേഴ്സ് ഷോക്ക്ഡായി. അപ്പോൾ എന്തായാലും അവരെ എന്ത് ചെയ്തു?
കൺഫ്രണ്ട് ദ ബ്രദേഴ്സ് അല്ലേ. കൺഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ടു ഫേസ്, ഒരു ഒപ്പോസിങ് മാനറിൽ ഒന്ന് എതിർത്ത് നേരിടുക, അതിനെയാണ് കൺഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൺഫ്രണ്ട് ചെയ്ത് എക്സ്പ്ലനേഷൻ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇവരെന്താണ് പറയണമെന്ന് അറിയണമല്ലോ ബ്രദേഴ്സ്. The three pranksters watched them from a distance and laughed. They thought they had succeeded in their third prank. They waited for the brothers to be shamed and shunned by everyone. But the brothers did not lose their reputation. They faced the villagers and denied the rumors. They told the truth about their cows, their crops, and their friends. They showed the evidence of their innocence and honesty. They asked the villagers to trust them and believe them. ഇതെല്ലാം പ്രാങ്സ്റ്റേഴ്സ് ദൂരെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അവർക്ക് എന്താണ് വേണ്ടിയിരുന്നത്? ഇവരെല്ലാവരും they waited for the brothers to be shamed and shunned. ഷണ്ട് എന്താണ്? ഷണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഗ്നോർ ചെയ്യപ്പെടുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടുക, അത് കാണണം. അതാണ് കാണേണ്ട. ബ്രദേഴ്സിനെ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുന്നത് കാണണം. അതാണെന്നു ആരുടെ ആവശ്യം? പ്രാങ്സ്റ്റേഴ്സിന്റെ ആവശ്യം. അപ്പൊ ഇതെല്ലാം ദൂരെ നിന്ന് വാച്ച് ചെയ്ത് ലോഫ് ചെയ്ത് ചിരിച്ചുകൊണ്ട് വാച്ച് ചെയ്യായിരുന്നു അല്ലേ. ഈ പ്രാങ്സ്റ്റേഴ്സ് കരുതിയതുപോലെ ബ്രദേഴ്സിന് അവരുടെ റെപ്യൂട്ടേഷൻ ഒന്നും വില്ലേജേഴ്സിന് മുമ്പിൽ നഷ്ടപ്പെട്ടില്ല. എന്താണ്? ഈ ബ്രദേഴ്സ് വളരെ സത്യസന്ധരായിരുന്നു അല്ലേ. അവർ കൂളായിട്ട്, അവർ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് അവർ കൂളായിട്ട് ഫേസ് ചെയ്തു വില്ലേജേഴ്സിനെ. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എവിഡൻസ് സഹിതം, തെളിവ് സഹിതം നടന്ന കാര്യങ്ങൾ, അവരുടെ ഇന്നസെൻസും ഓണസ്റ്റിയും പ്രൂവ് ചെയ്യാൻ വേണ്ടി എല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ അവരെ വിശ്വസിക്കണമെന്ന് വില്ലേജേഴ്സിനോട് പറഞ്ഞു. The villagers listened to the brothers and realized they had been lied to. They apologized to the brothers and praised them. They said the brothers were the best people in the village. They said the brothers were kind, generous, honest, and loyal. They said the brothers were their friends and heroes. The three pranksters were furious. They thought their prank had failed. They decided to try one last prank. The last prank was to kidnap their sister. The four brothers had a younger sister who they loved very much. She was the apple of their eye and the joy of their life. She was beautiful, smart, sweet, and brave. She helped them with their chores and cheered them up with her songs and stories. അങ്ങനെ വില്ലേജേഴ്സ് ഇവരെ ലിസൺ ചെയ്തു അല്ലേ. ഇവർ പറയുന്നതൊക്കെ നല്ല ശ്രദ്ധയോടെ കേട്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ വില്ലേജേഴ്സ് അപ്പോളജൈസ് ചെയ്തു ഇവരുടെ മുമ്പിൽ. വില്ലേജേഴ്സിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇവരെ. പക്ഷേ ഈ പ്രാങ്സ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അറിയാതെ അവർ വില്ലേജേഴ്സ് വിശ്വസിച്ചു പോയി. അപ്പോൾ അതിന് ക്ഷമ ചോദിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ നല്ല ആൾക്കാരാണ്, നിങ്ങൾ വളരെ കൈൻഡാണ്, ജനറസ് ആണ്, ഓണസ്റ്റ് ആണ്, ലോയൽ ആണെന്നൊക്കെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, വില്ലേജേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ പ്രാങ്സ്റ്റേഴ്സ്. അവർക്ക് വീണ്ടും ദേഷ്യമായി അല്ലേ. അവരുടെ തേർഡ് പ്രാങ്കും ഫെയിലായി പോയില്ലേ. അപ്പോൾ എന്ത് ചെയ്തു? അവർ അടുത്ത പ്രാങ്ക് പ്ലാൻ ചെയ്തു. അതെന്തായിരുന്നു? അവരുടെ ലാസ്റ്റ് പ്രാങ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവർക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആർക്ക്? ബ്രദേഴ്സിന് ഒരേ ഒരു സിസ്റ്റർ. ആ സിസ്റ്ററിനെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു സിസ്റ്ററല്ലേ ഉള്ളൂ, അപ്പോൾ അവർക്ക് ഭയങ്കര കെയർ ആയിരുന്നു. അപ്പം ഷി വാസ് ബ്യൂട്ടിഫുൾ അല്ലേ. ബ്യൂട്ടിഫുൾ ആയിരുന്നു, സ്മാർട്ടായിരുന്നു, സ്വീറ്റ് ആയിരുന്നു, നല്ല ധൈര്യശാലി, ബ്രേവ് ആയിരുന്നു. മാത്രമല്ല ഇവരെ ചെറിയ ചെറിയ ജോലികൾ, ചോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ ജോലികളെയാണ് ഈ ചോർസ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ജോലികളിലൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇവളുടെ പാട്ടും കഥകളും ഒക്കെ കൊണ്ട് ചീറപ്പിയിക്കുമായിരുന്നു. ഈ ബ്രദേഴ്സിനെ ഇവൾ ചീറപ്പിയിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ സിസ്റ്ററിനെ കിഡ്നാപ്പ് ചെയ്യണതായിരുന്നു കിഡ്നാപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവരുടെ അടുത്ത പ്രാങ്ക്. The three pranksters wanted to hurt the brothers. They decided to kidnap their sister and demand a ransom for her. They planned to take her away and lock her up in a dark and dirty place. They hoped to make the brothers suffer and beg for her. One evening, the three pranksters sneaked into their brother's house and grabbed their sister. They gagged her and tied her up. They carried her away and threw her into a cave. They left a note for the brothers saying they had their sister and they wanted a huge amount of money for her. They said they would kill her if they did not get the money by the next day. They ran away and waited for the brothers to panic and pay. അങ്ങനെ പ്രാങ്സ്റ്റേഴ്സ് എന്ത് തീരുമാനിച്ചു? ഈ ബ്രദേഴ്സിനെ എങ്ങനെയെങ്കിലും ഹേർട്ട് ചെയ്യണം, അതാണല്ലോ ഇവരുടെ ഉദ്ദേശം.
അപ്പോൾ ഈ സിസ്റ്ററിനെ കിഡ്നാപ്പ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് ഈ തിരികെ കൊടുക്കാൻ, സിസ്റ്ററിനെ തിരികെ കൊടുക്കണമെങ്കിൽ കുറച്ച് പൈസ, റാൻസം എന്ന് ഉദ്ദേശിക്കുന്നത് സം ഓഫ് മണി, ഈ നമ്മൾ ഈ തട്ടിക്കൊണ്ട് പോയിട്ട് പൈസ ആവശ്യപ്പെടത്തില്ല, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. റാൻസം ആവശ്യപ്പെടാനും തീരുമാനിച്ചു. അങ്ങനെ ഇവളെ ഒരു ഡേർട്ടി പ്ലേസ്, ഡാർക്കും ഡേർട്ടി ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ട് ഇടാനാണ് ഈ പ്രാങ്സ്റ്റേഴ്സ് തീരുമാനിച്ചത്. ഒരു ദിവസം വൈകിട്ട് ഈവനിങ് ഈ പ്രാങ്സ്റ്റേഴ്സ് എന്ത് ചെയ്തു, ഇവരുടെ വീട്ടിലേക്ക്, ബ്രദേഴ്സിൻ്റെ വീട്ടിലേക്ക് പതുക്കെ സ്നീക്ക് ചെയ്ത് കയറി ഇവളെ ഗ്രാബ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റഫായിട്ട് നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുന്നതിനാണ് ഗ്രാബ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ സംസാരം പുറത്തു വരാതിരിക്കുക, ഇവള് നിലവിളിക്കുള്ളൂ. നമ്മൾ ഈ ആരെങ്കിലും നമ്മളെ പെട്ടെന്ന് കടന്ന് പിടിക്കുമ്പോൾ നമ്മൾ ഒച്ച ഉണ്ടാക്കും അല്ലേ. അപ്പം നമ്മുടെ ഈ ഒച്ച നിർത്താൻ വേണ്ടി ഈ വായ ഇങ്ങനെ ഒന്നുകിൽ പൊത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ വായ്ക്കകത്ത് എന്തെങ്കിലും തിരികെ വയ്ക്കുക, അതിനെയാണ് ഈ ഗാഗ്ഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇവളെ കെട്ടി പെട്ടെന്ന് ക്യാരി ചെയ്ത് എവിടെ കൊണ്ടിട്ടു, ഒരു ഗുഹയിൽ കൊണ്ട് ഇട്ടു, കേവിൽ കൊണ്ട് ഇട്ടു. എന്നിട്ട് ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബ്രദേഴ്സിന് വേണ്ടി. എന്തായിരുന്നു ഒരു വലിയൊരു സം ഓഫ് മണി അല്ലേ, ഒരു റാൻസം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സം ഓഫ് മണി അല്ലെങ്കിൽ ഈ ഒരു റാൻസം അവർക്ക് കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ സിസ്റ്ററിനെ കൊന്നുകളയുമെന്നും ആ നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് പ്രാങ്സ്റ്റേഴ്സിന് വേണ്ടത് ഈ ബ്രദേഴ്സ് സഫർ ചെയ്യണം അല്ലേ എന്നുള്ളതായിരുന്നു പ്രാങ്സ്റ്റേഴ്സിന്റെ ആവശ്യം. The next morning, the four brothers woke up and found their sister missing. They were shocked and terrified. They searched everywhere, but they could not find her. They found the note and read it. They were horrified and heartbroken. They wondered who could have done such a thing. They decided to do whatever it took to save their sister. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ ബ്രദേഴ്സ് ഉണർന്നു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ സിസ്റ്റർ മിസ്സിംഗ് ആണെന്ന്. ഈ ബ്രദേഴ്സ് എല്ലായിടത്തും തിരഞ്ഞു, പക്ഷെ ഒരിടത്തും അവളെ കണ്ടെത്താനായില്ല. അന്നേരം ഒരു നോട്ട് കണ്ടു, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായിരുന്നു ഈ പ്രാങ്സ്റ്റേഴ്സ് എഴുതി വെച്ചിരുന്ന നോട്ട് അല്ലേ, പൈസ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ട്. ഇവളെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ളത് ബ്രദേഴ്സിന് മനസ്സിലായി. അപ്പം അത് കണ്ടപ്പോൾ വളരെ ഹൊറിഫൈഡ്, ഭയങ്കര പേടിച്ചു പോയി. അവർ തളർന്നു പോയി അല്ലേ, മനസ്സ് തളർന്ന് പോയി. അപ്പോൾ എങ്ങനെയെങ്കിലും എത്ര വില കൊടുത്തും ഈ സിസ്റ്ററിനെ എസ്കേപ്പ് ചെയ്യണം, സേവ് ചെയ്യണം എന്നുള്ളതായിരുന്നു പിന്നെ ബ്രദേഴ്സ് ചിന്തിച്ചത്. The three pranksters watched them from a distance and laughed. They thought they had succeeded in their last prank. They waited for the brothers to cry and pay. But the brothers did not cry or pay. They decided to find their sister and rescue her. They followed the footprints and clues left by the pranksters. They tracked them down and found the cave where they had hidden their sister. They fought with the pranksters and freed their sister. They hugged their sister and took her back to their house. They were relieved and happy to have their sister back. അങ്ങനെ പ്രാങ്സ്റ്റേഴ്സ് ഇതൊക്കെ ദൂരെ നിന്നും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് എന്താ വേണ്ടിയിരുന്നത്, അവർക്ക് ഈ ബ്രദേഴ്സ് കരഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്ത് വന്ന് മാത്രമല്ല പേയും ചെയ്യണം അല്ലേ, പൈസയും കൊടുക്കണം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ഇതൊന്നും നടന്നില്ല. സംഭവിച്ചത് തിരിച്ചായിരുന്നു. എന്തുപറ്റി, ഈ പ്രാങ്സ്റ്റേഴ്സിന്റെ ഫുട് പ്രിന്റ്സ് ഫോളോ ചെയ്ത് ഈ ബ്രദേഴ്സ് ഇങ്ങനെ നടന്ന് കേവിൻ്റെ അടുത്തെത്തി അല്ലേ. ഈ പ്രാങ്സ്റ്റേഴ്സ് ലീവ് ചെയ്ത് പോയ ക്ലൂവും ഫുട് പ്രിന്റ്സും ഒക്കെ ഫോളോ ചെയ്ത് കേവിൻ്റെ അടുത്തെത്തി. കേവില് സിസ്റ്ററിനെ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് സിസ്റ്ററിനെ അവിടെ നിന്ന് ഫ്രീ ആക്കി. അങ്ങനെ സിസ്റ്ററിനെ കണ്ടപ്പോൾ ഇവർ വളരെ ഹാപ്പി ആയി അല്ലേ, അവളെ ഹഗ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. The three pranksters were defeated. They thought their prank had backfired. They decided to run away and escape. അങ്ങനെ പ്രാങ്സ്റ്റേഴ്സ് ഡിഫീറ്റ് ആയി അല്ലേ, പരാജയപ്പെട്ടു. അവർക്ക് മനസ്സിലായി അവരുടെ ഒരു പ്രാങ്കും ഏറ്റില്ല, പകരം ഇതെല്ലാം ബാക്ക് ഫയർ ചെയ്തു വന്നു, അവർക്ക് തന്നെ തിരിച്ചടിച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവരെന്ത് തീരുമാനിച്ചു, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. But they did not escape. They faced the consequences of their actions. They were caught by the villagers and brought to justice. They were punished for their crimes and made to apologize to the brothers. They were shamed and scorned by everyone. The moral of the story is, what goes around comes around. Pranks can be fun, but not when they hurt others. Karma will catch up with those who do wrong and reward those who do right. Happiness is not in making others suffer, but in making others happy. എന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയോ? ഇല്ല.
അവർ ചെയ്ത പ്രവൃത്തികളുടെ അവരുടെ ആക്ഷൻസിൻ്റെ കോൺസിക്വൻസസ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നു അല്ലേ. വില്ലേജേഴ്സ് അവരെ പിടികൂടി എന്ത് ചെയ്തു, അവർ ചെയ്ത ക്രൈമിൻ്റെ വേണ്ട പണിഷ്മെൻറ്റ്, തക്കതായ പണിഷ്മെൻറ്റ് അവർക്ക് കൊടുത്തു. മാത്രമല്ല ഈ ബ്രദേഴ്സിനോട് മാപ്പ് പറയാനും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ബ്രദേഴ്സിനെ നാണം കെടുത്താനാണ് ഇവർ തീരുമാനിച്ചത് അല്ലേ. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്നത് കാണാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ നാണം കെട്ടതാരാണ്? അതെല്ലാം ബാക്ക് ഫയർ ചെയ്ത് ഇവർക്ക് തന്നെ തിരികെ വന്നു. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത്, ഈ കഥ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കും. അത് തന്നെയാണ് ഈ കഥയുടെ സാരം. പ്രാങ്ക്സ് ഒക്കെ നല്ലത് തന്നെയാണ്, ഫണ്ണാണ്. പക്ഷെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രാങ്ക്സ് നല്ലതല്ല, അല്ലെങ്കിൽ തമാശ നല്ലതല്ല. അപ്പോൾ എല്ലാവരും കഥ കേട്ടല്ലോ, മനസ്സിലായില്ലേ കാര്യങ്ങൾ? നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതും, ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ചീത്തയുമായിരിക്കും കിട്ടുന്നത്. നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുകയും അവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് നമ്മൾ എൻജോയ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് ഹാം ചെയ്ത് അവരുടെ സങ്കടം അല്ലെങ്കിൽ വിഷമം കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ആയാൽ, മറ്റുള്ളവരുടെ വിഷമം കാണുന്നതാണ് നമുക്ക് സന്തോഷമെങ്കിൽ, അങ്ങനെ ആയാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാളിരിപ്പുണ്ട്. ആരാണ്? ഗോഡ് അല്ലേ. ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, ബട്ട് ഗോഡ് ഈസ് എവ്രിവെയർ, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണിഷ്മെൻറ്റ്, നമ്മളുടെ ചീത്ത പ്രവൃത്തിയാണെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്കതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടും. പക്ഷെ നല്ല പ്രവൃത്തിയാണെങ്കിലോ നല്ലത് കിട്ടും. അപ്പോൾ എല്ലാവരും മറ്റുള്ളവർക്ക് നമ്മൾ ഹാം ചെയ്യാതെ മറ്റുള്ളവരെ ഹാപ്പി ആക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അതിലാണ് നമ്മൾ സന്തോഷം എൻജോയ്മെൻറ്റ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.